AR ഐഡിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയിനൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ലോക്ക് ഇട്ട് കൊടുക്കും. ചെയിൻ ചെയ്ത് തീരുന്ന സമയത്ത് നമ്മളൊരു ലോക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ അത് ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് നോക്കിയത് ചെയിനാണ്. അപ്പോൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, എങ്കിൽ സൂചി പോകുന്ന റൂട്ടൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകുള്ളൂ. ആദ്യം നമ്മൾ ചെയിൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് തന്നെ ചെയിൻ എടുക്കുക. അപ്പോൾ എനിക്കിത് ഇവിടെ ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ ചെയിൻ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ചെയിൻ എടുക്കുമ്പോൾ ആ ചെയിൻ ഞാൻ മാക്സിമം കുറച്ച് വലുതാക്കിയാണ് എടുക്കുന്നത്. അതിന് ശേഷം ആ വലിയ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തുണിയിൽ കൂടെ കുത്തി അടിയിൽ നിന്ന് മറ്റൊരു നൂല് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴും സെക്കൻഡ് ചെയിൻ വലുതാക്കി തന്നെ വെച്ചേക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് മൂന്നാമത്തെ ചെയിൻ നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെയാണ് മൂന്നാമത്തെ ചെയിൻ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മൂന്നാമത് എടുത്ത ചെയിൻ പതിയെ വലിക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റിച്ച് സാധാരണയായിട്ട് ചെറുതായിട്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടാമത്തെ ചെയിൻ വന്നിട്ട് ചെറുതായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ മൂന്നാമതെടുത്ത ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു വട്ടത്തിൻ്റെ അകത്തുകൂടെ രണ്ടാമത്തെ ചെയിനായിട്ടുള്ള ആ ഒരു നൂല് പിടിച്ച് പുറത്തോട്ട് വലിക്കുകയാണ്. അതായത് മൂന്നാമത്തെ ചെയിനിൻ്റെ അകത്തുകൂടെ നമ്മൾ രണ്ടാമത്തെ ചെയിനെ പുറത്തോട്ട് വലിക്കുകയാണ്. അതിനുശേഷം അടിയിലത്തെ നൂല് നമ്മൾ താഴോട്ട് വലിച്ചു കൊടുക്കുമ്പോൾ കെട്ട് വീണ് കഴിഞ്ഞു. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ ഈ ആരി ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടായ ചെയിനിൽ പറയുന്നുണ്ട്, നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെലോ ടേപ്പ് വെച്ച് ഈ നൂലിൻ്റെ എൻഡ് ഒരിടത്ത് ഒട്ടിച്ച ശേഷമാണ് നമ്മൾ ചെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിലും നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും തുടക്കക്കാർക്ക്. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ നൂലും കൂടെ പിടിക്കാനും ഫ്രെയിം പിടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ചെയിൻ തുടങ്ങാനായിട്ട് ഫസ്റ്റ് ഈ ഒരു കെട്ടിടുമ്പോൾ അതിനുശേഷം ഈ സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ച ആ ഒരു പാർട്ട് നല്ല നീളത്തിൽ കിടക്കുമല്ലോ. കെട്ടിട്ടത് മുതൽ ആ ബാലൻസ് പാർട്ടിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഞാൻ ഈ വീഡിയോയിൽ 1-2 പ്രാവശ്യമായിട്ട് ഈ ഒരു ലോക്ക് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ മനസ്സിലാകുന്ന കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ ഏതാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അതിനെടുക്കാം.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.